എടി സുമതി താമസിച്ചു പോവാ. ഞാൻ എന്നാ താമസം ഇന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ ഉച്ചയ്ക്ക് ചോറിനാൻ കാരണം നേരത്തെ കുറച്ച് വേറെ കാര്യങ്ങൾ പോവാണ്ട്. അത് കാരണം എന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വേഗം ഞാൻ വന്നേണത്. ഉച്ചയ്ക്ക് നമ്മള് കഞ്ഞുടിക്കാൻ നേരത്തെ കേറില്ലേ. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർവൈസർ പറഞ്ഞത് തൊഴിലുറപ്പിന്റെ സമയത്ത് ആരും പുറത്തു പോയിരുന്ന. എനിക്ക് അത്യാവശ്യം കാര്യം ഇപ്പൊ പോയി ശരിയാവില്ല. ഇന്ന് പോയി നടക്കില്ല കാര്യം. ഇന്ന് അയാളൊന്നും വലുതാവില്ല നോക്കാനായിട്ട് പെട്ടെന്ന് ഓടി. അല്ല മറ്റേ റംല അവളും സൂപ്പർവൈസർ അല്ലേ, അവള് നോക്കിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും. സൂപ്പറാ നമുക്ക് ആയുസ് കൂടുതലല്ലേ. എടി നീ എന്നേലും എടുത്തോ? എന്തെടുത്തു? മുഖത്ത് വെയിലടിക്കുന്നതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കുള്ളത് സൺസ്ക്രീൻ. ഇന്നത്തെ ദിവസം എനിക്ക് കൂടി കുറച്ച് തരണം കേട്ടോ. കാരണം എന്താ വെച്ചാലേ ഞാൻ എടുക്കാൻ മറന്നു. സൺസ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മതി. പിന്നെ ലിപ്സ്റ്റിക് പൗഡർ, ആ ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇത് ലിപ്സ് ഗ്ലോ ഉള്ളത് പോലെ ഇത് നല്ല ഭംഗിയുണ്ട്. നീ ഇട്ടിട്ടുണ്ട്. നീ പക്ഷെ ഇടാൻ മറക്കാൻ പറ്റിയല്ലോ. ടച്ച് ചെയ്തിട്ട് പോവാനാ. എന്നാ പിന്നെ ഇതാ ഈ ഫൗണ്ടേഷനും നല്ല അപ്പൊ പോകുമ്പോ തോർത്തുകൊണ്ട് ഇങ്ങനെ മറിച്ച് വെച്ച് പണിയെടുക്കാവുള്ളൂ. സൺസ്ക്രീൻ രണ്ട് കോട്ടില്ലേ? രണ്ട് നിന്നാലേ നിക്കുള്ളൂ. അത്രയും ഇല്ല ഇപ്പം. അല്ല എടി നീ വോട്ടർ പട്ടിക പേര് ചേർത്തോ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വരെ വോട്ട് ചെയ്താൽ എന്തുട്ട് തേങ്ങ എന്നാ പറയണ. എനിക്ക് തേങ്ങയൊന്നും എനിക്ക് മനസ്സിലായില്ല. SIR എന്ന് പറയുന്ന രണ്ട് ഫോം വീതം കൊണ്ടുകൊടുക്കുന്നൊക്കെ പറയുന്നു. ഓരോ വീട്ടിൽ ഓരോരുത്തർക്ക് രണ്ട് ഫോം വീതം. കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരെ ഈ വോട്ടിന്റെ സമയം ഇവര് എന്തുട്ട് ഇറക്കണമല്ലോ. എനിക്ക് ഫോം മേടിപ്പിച്ച് കൊടുത്തു. ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, ഈ ഫോം കൊടുക്കാതെ അവര് വോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് ചെയ്യണില്ല. എന്താ നമുക്ക് എന്തൊക്കെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കണം, തൊഴിലുറപ്പ് പണിക്ക് പോകണം, മറ്റു വരുന്ന പോണ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതിനുള്ള ഈ ഫോം കുറിച്ചത് എവിടെ നേരം. എന്റെ ഭർത്താവാണ് ഭയങ്കര ദേശസ്നേഹമാ, പട്ടാളക്കാരനല്ലോ. അപ്പം എടി നിന്റെ വോട്ട് നഷ്ടപ്പെടുത്തി കളയല്ലേ. നീ ഇവിടെ വന്ന് ഇതെല്ലാം ശരിയാക്കി കൊണ്ടുപോകണം. നിന്റെ ഫോം പൂരിപ്പിക്കണം. ആ ലിസ്റ്റ് നോക്ക്, ഈ ലിസ്റ്റ് നോക്കൊന്നും പറഞ്ഞോണ്ട് ഭയങ്കര വഴക്കാ. എനിക്ക് തോന്നുന്നത് കാര്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കുടിച്ച് നമുക്ക് അവിടെ നേരം ഇവരൊക്കെ വെറുതെ തെക്കുറത്തിലാക്കുന്ന ആൾക്കാരാ പണി. അതല്ല, നമ്മുടെ പേര് ലിസ്റ്റിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന്. അച്ഛന്റെയോ അമ്മ മഞ്ജുവാരുടെ ഒക്കെ പേര് അതിനകത്ത് എടുക്കും. നമ്മുടെ അച്ചാച്ചന്മാരെ അമ്മമാരുടെ പേരെ നമുക്ക് വല്ല പിടിയില്ല. ഒരു പിടുത്തമില്ല. ഇതൊക്കെ എന്തിനാന്ന് വല്ല പിടിയുണ്ടോ? ഈ ഫോമാർക്കുകൾ എന്തിനാ എന്നതിനാ നാൽക്കറിയാം. ഇത്രയും കാലം ഇല്ലാത്തൊരു പുതുമയാ. ഇളക്കി വിടല്ലോ വേണ്ടോ? എടി ഒരു ഇച്ചിരി നിന്റെ ഇവിടെ പോയടി. അവിടെ ഈ ഇച്ചിരി ഇവിടെ ഇട്ട് തരാം. എവിടെ പോയി ചേച്ചി നന്നായി ടച്ച് ചെയ്തോളൂ. ടച്ച് ചെയ്തില്ല ഇങ്ങനെയൊക്കെ മതില്ലേ? നന്നായിട്ടോട്ടാ. ചിലര് ചോദിക്കുമ്പോ തൊഴിലുറപ്പ് പിള്ളേർക്ക് എന്തിനാവും? അതെ, അല്ല നമ്മള് വർത്താനം പറയുമ്പോ തന്നെ അവിടെ ഇങ്ങനെ പോകും. അപ്പൊ ടച്ച് ചെയ്യണം. എടി ഫൗണ്ടേഷൻ ഇട്ടാൽ അതിന്റെ മേലെ കൂടി ഇച്ചിരി പൗഡർ കൂടി ഇടണം. അതെ, ഞാൻ നീ എന്നെ അടിച്ചിരിക്കും. ഓരോ കാര്യങ്ങൾ ഓർമ്മ ചിരി വരിക. നല്ല പൊട്ടൊക്കെ വാങ്ങിയില്ലേ ഇതൊക്കെ? പൊട്ട് നല്ല പിന്നെ ഇതൊക്കെ എവിടെ പണി എന്തുട്ട പണി? പണി ഇപ്പൊ എവിടെയാണെന്ന് എനിക്കറിയാം. ആൾക്കാരെ മുഖത്തൊക്കെ തീർന്നു നിർത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് എടുത്തപ്പോ തൊഴിലുറപ്പ് പടങ്ങൾക്ക് മുഴുവൻ ചെടി വെക്കല. റോഡിൽ മുഴുവൻ റോഡിന്റെ സൈഡില് ചെടി വെക്കല. അത് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇറക്കിയ പരിപാടി എന്ന് പറഞ്ഞാൽ അത് പക്ഷെ കൊത്തിയ കിളക്കണം. കിളച്ച് മറച്ച് ചെടി നടന്നവിടെ ചെടി നട്ട് നനച്ചുണ്ടാക്കി പൂവുണ്ടാക്കി നിർത്തണം. അല്ല അത് കണ്ടാ ആരെങ്കിലും പോയി വോട്ട് ചെയ്യും. അപ്പൊ പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കല്ലേ? ജോലി ജോലി കൊടുക്കുമ്പോ എന്തായി? പണി കൊടുത്താ അവര് അതെന്താ സംഭവം? വേറെ ഗവൺമെന്റ് വന്നാൽ ചിലപ്പോ കിട്ടിയില്ലേലോ.
ഇതാണ് ഈ പരിപാടി. ഈ പെണ്ണുങ്ങളെ വിളിച്ച് അവർക്കൊരു അപ്പൊ ഞങ്ങൾക്ക് ജോലി തന്നാ ഗവൺമെന്റ് ഞങ്ങളെ കൂട്ടിയാണ്ട് പറ്റുമോ? നാളെയും ഇതേ അവര് വന്നാലേ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ റോഡിന്റെ 2 ദിക്കിലും ചെടി വെക്കല. ഇതൊക്കെ കഴിഞ്ഞത് ആരതൊക്കെ നോക്കുക? ഇപ്പൊ വോട്ട് കഴിയുന്നവർക്ക് ഉണ്ടാവും ഈ തക്കണം പിറ്റേ ദിവസം തൊട്ട് പണിയിലേക്ക് പിന്നെ പണിയില്ല. അത് വരയ്ക്കാൻ പണിയുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് പണി ഉണ്ടാവില്ല കേട്ടോ. അവസ്ഥ നമുക്ക് പിന്നെ കനി കൊണ്ട് വളർത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഈ പണിക്ക് കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അപേക്ഷിച്ചാലോ? നമുക്ക് ഇതുണ്ടെങ്കിൽ അത് കിട്ടില്ലല്ലോ. നമുക്കിപ്പോ കിട്ടുമോ? കിട്ടില്ല. നമ്മളിപ്പോ ഇതില് പെട്ടില്ലേ? അത് കാരണം അത് കിട്ടില്ല. എല്ലാം ഒരുമിച്ച് കിട്ടില്ലല്ലോ. 700 ഒരു ദിവസത്തെ കൂലി. മനസ്സിലായി? അപ്പൊ കൊറേ പെണ്ണുങ്ങൾ എടുത്തിട്ട് അപ്പൊ എന്താന്നറിയോ? ഇപ്പൊ ചെറിയ പെൺപിള്ളേര് വരപ്പതിന് ഇറങ്ങിയിരിക്കുക. കാലത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കൊത്തി മാറ്റി ഈ തളര് നോക്കി പോയിരിക്കുക. നമ്മുടെ പോലത്തെ പണിയല്ല. ഒരാളെ കണ്ണുപിടിക്കാൻ പറ്റില്ല. അതേപോലെ പണിയാണ് നമുക്ക് തരണത്. നമ്മള് കൊറേ കാലമായിട്ടുള്ള കേറിയിട്ട് ഇവരൊക്കെ ഇപ്പൊ കേറിയിട്ടുള്ള ആൾക്കാരാണേ. എന്നിട്ട് ഇനിയിപ്പോ ഞാൻ എത്ര മണിയായി? വേഗം പോയി. ഞാൻ ഒന്നും എടുത്ത് കഴിപ്പിച്ചു. അത് ഞാൻ ഈ വേഗം വട്ടിക്കോട്ടെ എടുത്തുകൊണ്ട് വന്നപ്പോഴേ എനിക്കത് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റണ്ടേ? വൃത്തിയില്ല. ഞാൻ ഇപ്പൊ എന്താ കഴിക്കാൻ പോവാ? നീ ഇന്നും നമുക്ക് ചായ അല്ല നമുക്ക് സൂപ്പർവൈസർ വരുന്നുണ്ടോ നോക്കോ? അല്ലേ ഇറങ്ങണ്ട ഇവിടെ ഇരുന്നാ മതി. അല്ല എന്നാലും അകന്ന് വരുമ്പോ കാണണ്ടേ? നമ്മളിവിടെ നിന്നാലേ കാണാൻ അകന്ന് വരുമ്പോ. നീ അവിടെ നിൽക്കും കുറച്ചു നേരം. ഞാൻ കുറച്ചു നേരം ഇരിക്കാം. കാണോ അതിനെ? അപ്പൊ പറഞ്ഞാ മതി. ഇതുവരെ പണി എടുത്തോണ്ടിരിക്കുക. അല്ലെ പണിയുടെ സ്ഥലത്തോട്ട് പോയില്ലല്ലോ നമ്മള്. ആരും ഇങ്ങോട്ടാ അറിയാമേനെ ഒന്നും കാണുന്നില്ല. അവിടെ നിൽപ്പുണ്ടാകുന്ന വഴിയില്ല. അവളെ കരിമണി അടിക്കും, മറ്റോടെ കരിമണി അടിക്കും. അതെ അവരാദ്യം കണ്ടോളൂ അയാള് സൂപ്പർവൈസറേ. അവരാദ്യം കണ്ടോളൂ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തൊട്ട് മതി പിടിച്ചൊക്കെ നിക്കാം. അതന്നെ എനിക്ക് നിക്കുമ്പോ അവര് വിചാരിച്ചോളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി നിക്കാണ് ഒന്ന് തണ്ടല് നിവർത്തി ഇതാവൂ എന്നൊക്കെ വിചാരിക്കുക. അയാൾ വിചാരിച്ചോളൂ. അപ്പൊ അത് കാര്യത്തിൽ എനിക്ക് നിക്കാം. ഞാനും എടുത്തില്ല കഞ്ഞിയും ചോറും ഒന്നും. ഞാൻ എടുത്തുണ്ടാക്കി മെസ്സപ്പുറത്ത് വെച്ചതാ, മറന്നുപോയി. ഉച്ചക്ക് 1 മണിക്ക് ഒന്നും ഉച്ചക്കായില്ലേ നമുക്ക് പെർമിഷൻ ചോദിച്ചോക്കാം. അയാൾ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങള് ഊണ് കഴിച്ചിട്ട് ആ വരുന്ന നേരത്തേക്ക് നമ്മളെത്തും. ആ സമയത്ത് ഞാൻ ഒന്ന് പോയിട്ട് പറ്റും ചോദിച്ചോളാം. അപ്പൊ നമുക്കത് രാവിലത്തെ കുറച്ച് മണിക്കൂർ തന്നെ പണിയല്ലേ? ഓ അയാള് പറഞ്ഞു കൊടുക്കും നമ്മളോട് പണിയാണ്ടിരിക്കാന്ന്. അയാൾ ഞങ്ങൾ വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. ശരി, അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നമ്മളിവിടെ വന്ന് നിക്കുക. എത്ര നേരം നമ്മൾ വരാൻ തുടങ്ങിയിട്ട് അറിയാം. അതായത് കൊറേ നേരം. അത് കഴിഞ്ഞ് നമ്മളിപ്പോ സൂപ്പർവൈസർ കാണാത്തോണ്ട് നമ്മള് വർത്താനോ. അതല്ല ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലത്തെ കാര്യം എന്തെങ്കിലും മിണ്ടിയും പറയാനൊരു അവസരം വേണ്ടേ? 10 മിനിറ്റ് സമയം വേണ്ടേ? നമ്മളിത് എപ്പോ നോക്കിയാലും പണി പണി പണി. വീട്ടിലത്തെ പണിയാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ എടുത്ത് പണി. ഒന്ന് വർത്തമാനം പറയാൻ സമയം വേണ്ടേ? പിന്നെ ഇവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും സംസാരിക്കണ്ടേ? അവര് സംസാരിച്ചില്ലെങ്കിൽ അവര് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അവരുടെ ആത്മയുടെ 1-ാം നമ്പറാ. നമുക്ക് ഭക്ഷണവും വസ്ത്രവും പോലെയല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ വാങ്ങണ്ടേ? ഇതൊക്കെ ആരെ തുടച്ചു വെച്ചേ? തീർന്ന ബോട്ടിലായി പോയി. അതങ്ങനെയില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അതിലെങ്ങനെ സൈഡൊക്കെ തുടച്ചിട്ടുണ്ടേ? സൈഡ് തുടച്ചു. പിള്ളേരെ ഇവിടെയുള്ള മക്കള് സൗന്ദര്യവാസനയൊക്കെ നമുക്ക് മാത്രം പോരല്ല. സൗന്ദര്യം ഉണ്ടെന്ന് വേണമെന്നുള്ള തോന്നല്. നമ്പർ 1. ഓ നീയൊക്കെ പിന്നെ നമ്പർ 1 ഒക്കെ തേക്കണം. ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും തേക്കാറൊന്നുമില്ല. അത്യാവശ്യം പിന്നെ എനിക്ക് അത്യാവശ്യത്തിന് ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഭംഗിയുള്ളതായതുകൊണ്ട് ചെറുതായിട്ട് ചെയ്താൽ മതി. ഞാൻ ചെറുതാ കണ്ടില്ലേ? ഞാനിപ്പോ ഇന്നിപ്പോ എന്താ ഒരു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല.
ഒരു പൊട്ട് വെച്ച് ഒരു ചന്ദന അത് അമ്പലത്തിൽ വെച്ച് ചന്ദന ഇപ്പൊ ഈ ഇട്ട് തന്ന കാരണം കേട്ടതല്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. കാരണം എനിക്ക് അസലായിട്ട് സൗന്ദര്യം ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഇതിപ്പോ ഒരു പൂച്ചപ്പൂടെ പോലത്തെ ഒരു തലമുടിയുണ്ട്. ആരെ പറഞ്ഞ പോലെ എന്ത് വെട്ടണോ കോമഡി വെട്ടിയിട്ട് അപ്പൊ ഇവരറിയണില്ലല്ലോ. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടോടെ. അറിയാത്തോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കാറ്, അറിയണവർ പറഞ്ഞു കേൾക്കും. ഞാൻ വിശ്വസിക്കും അത്. വാ എനിക്ക് എല്ലാം ഇവർ അറിയണ കാരണം ഞാൻ വിശ്വസിക്കുവോ? അതിങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നാ അവരോട് അവരറിഞ്ഞോട്ടെ, അവര് നമ്മുടെ കുട്ടികളല്ലേ, അവരും കൂടി അറിയണ്ടേ. നിന്റെ മുഖത്ത് സൂര്യപ്രകാശം തട്ടി കേട് വന്നാലും ഞാൻ സൺസ്ക്രീൻ തരികയില്ല. ഞാനിപ്പോ എന്നിട്ട് അമ്മയെ പോലെ എന്തിനാന്ന് വിചാരിച്ചാൽ കൂടെ അതും കൂടി മേടിച്ചു വരണം. അത് അങ്ങനെ അത്യാവശ്യം പറഞ്ഞു പോകുന്നത്. അത് തന്നെയല്ല, വേറെ കാര്യമുണ്ട്. എനിക്ക് അത്യാവശ്യം നീ അറിയണ്ട. നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ പാര വെക്കുന്ന എനിക്കറിയാം. ഞാൻ മാറ പറഞ്ഞ പോലെ ഞാൻ അറിയാണ്ടൊക്കെ ഞാൻ പോവാൻ ഇടയിൽ കൂടെ ഞാൻ നിന്നെ വിളിക്കില്ല. അതന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ അവരുടെ അടുത്തൊക്കെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ നീ കൊണ്ടുവരുന്നിട്ടാ ഈ ഒരു കാര്യം ഇവളോടൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷേർലി ഞാൻ കണ്ടില്ല, വന്നിട്ടുണ്ടാവും. അവൾ മറ്റേത് മേടിക്കാൻ പോയി കാണും. അവൾക്ക് ഭയങ്കര മേക്കപ്പ്. അയ്യോ പിന്നെ വീട്ടില് കഞ്ഞി വെച്ചിരിക്കും മേക്കപ്പ് സാറ് മേടിക്കും. കഞ്ഞിക്കല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ മേക്കപ്പാണ് അവിടെ പ്രധാനം. അങ്ങനെയാ അവളുടെ കാര്യം. എന്നാലും നമ്മളെ പോലെ നല്ലട്ടാ. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ കണ്ണി കണ്ട ഒരു വായി തേച്ചിട്ടാണ് അവർക്ക് നമ്മുടെ ആള് കണ്ടത് തിരിഞ്ഞു നോക്കാൻ ഒരു ഞാനൊക്കെ മുമ്പ് അങ്ങനെ കാര്യം ഇത് കണ്ടത് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കൂ. ആണാലും ഇപ്പൊ ഞാനിപ്പോ നോക്കൂ. ഇപ്പൊ ഞാനിപ്പോ വരുമ്പോ മായ ഒളിക്കിച്ചു കൊണ്ട് അയ്യോ ഗിരിജയുടെ മുടിയും വലുതായി. പക്ഷെ അന്ന് കെട്ടിട്ട് ഇത്ര വലുതായി. സാരി ബ്ലൗസ് ഒക്കെ എന്തൊരു രസം. എനിക്ക് ഈ കളർ വലിയ ഇഷ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാ മായ, ചിലർക്കൊക്കെ ഈ കളർ ചിലർക്കൊക്കെ നല്ല ഭംഗി, ചില കളർ നല്ല ഭംഗി ഉണ്ടാവില്ല. അത് ശരിയാ എന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി ഈ കളർ. ഞാൻ എന്നോട് പറഞ്ഞില്ല എന്തോ തൊഴിലുറപ്പിന് കൊടുത്ത് നാശാക്കണ്ട, അത് കാരണം ഞാൻ കൊടുക്കാറുണ്ട് പറഞ്ഞത്. ഞാൻ നല്ല സുഹൃത്തുക്കളെ മായ കണ്ടത്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ നീ പറഞ്ഞ കാരണം പിന്നെ നീ പിന്നെ ചീത്ത പറയില്ലേ. അപ്പൊ ഒരു പഴയ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പോവാൻ നേരത്തെ കൊടുത്തിട്ട് വേഗം പോവാലോ. ആണോ? നമ്മള് പണി കയറിട്ടൊക്കെ പോണേ. അതൊന്നും നോക്കണ്ടത്. ഇതൊന്ന് വാരി ചുറ്റാൻ നേരം വേണ്ടേ? അയാള് പോയി വരും, കണ്ണിന് പടാണ്ട് പോണ്ടേ. അയാൾ പോയി സമയം ഇതുവരെ നമ്മൾ ഒരു പുല്ല് വരച്ചിട്ടില്ല. എന്നിട്ടാണോ നമുക്ക് സമയമില്ലെന്ന് പറയുന്നത്? ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോട്ടെ. നാളെ വേണ്ടേ പണി? നാളെ വേണം. അപ്പൊ അങ്ങനെ പോയാൽ തന്നെ നാളെ പണി ഉണ്ടാവുള്ളോ? അതറിയോ? ഒരു സെന്റ് സ്ഥലം കേട്ടോ, ഒരു സെന്റ് സ്ഥലം ഓർഡർ വന്നിട്ടുണ്ട് സർക്കാരിന്റെ. ഒരു ദിവസം ഒരാള് തൊഴിലുറപ്പിനാണ് ഒരു സെന്റ് സ്ഥലത്തെ മാത്രം വൃത്തിയാക്കിയോ പുല്ല് പറിക്കുകയോ ചെയ്യാവുള്ളൂ. കൂടുതൽ പാടില്ല. ഒരാളൊരു സെന്റ്. അപ്പൊ ആരെയാണേലും ഹായ് മാഹിൻ. ഞങ്ങള് തൊഴിലുറപ്പിന് ആ സ്പോട്ടിലെത്തി നിൽക്കുക. അപ്പൊ കൂടെ ഒരാരും കാണില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് സംസാരിച്ചുകൊണ്ട് നിന്നതാണ്. അപ്പൊ അതാണ് കേട്ടോ. അവിടെ തൊഴിലുറപ്പിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല അവിടെ അങ്ങനെ ഒഴിവുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുള്ളൂ അല്ലേ? ആ കടയ്ക്ക് പോയാൽ കിട്ടില്ല. ഇവര് തരികയാണെങ്കിൽ പോകും. ഇവര് ശമ്പളം തരികയാണെങ്കിൽ നമുക്ക് പോകാലോ. അവരെ വീട്ടിലെ പരിസരം വൃത്തിയാക്കാനോ അവരെ വളപ്പ് വൃത്തിയാക്കാനോ പുറംപണി ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഞങ്ങൾ വരും കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ഗോവേല ഗോവയ്ക്ക് പോവാ നമുക്ക് പോവാം. അത് നമുക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. നമ്മള് അവിടെയും പോകും. ആര് വിളിച്ചാലും പോകും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണിടയ്ക്കിടയ്ക്ക് അയാൾ ഇന്ന് ഒരു ബൈക്കും കൊണ്ട് അതിലെ പോകുന്നുണ്ട്. അങ്ങ് ദൂരെങ്ങാനും പോയോ? അതെന്നെ പറഞ്ഞ അയാൾക്ക് വേറെ എന്തെങ്കിലും വേറെ വല്ല കമ്പനിയൊക്കെ ഉണ്ടാവും.